വീട്ടിലുള്ള പിള്ളേരെ അടക്കിയിരുത്താൻ വേണ്ടി 1-2 വയസ്സുള്ള പിള്ളേരുടെ കയ്യിലേക്ക് ഇതുപോലൊരു സ്മാർട്ട് ഫോൺ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പിള്ളേരെ അഗ്രസീവ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫോണിലുള്ള PUBG, ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ ഇത്തരത്തിലുള്ള കൊച്ചുകുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ അഗ്രസീവ് ആകാനും വലിയ വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് വരെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തു കഴിയുമ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെ കാണുന്നതിന്റെ കൂട്ടത്തിൽ വളരെയായിട്ടുള്ള വീഡിയോസിലൊക്കെ വന്നാൽ അവരുടെ മൈൻഡ് ലെവൽ തന്നെ മാറാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളും ക്രിമിനൽ ആക്ടിവിറ്റീസ് വരാനുള്ള ഒരു ഫാക്ടർ ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പണ്ട് നമ്മൾ ഉത്സവപ്പറമ്പിലും പള്ളിപ്പെരുന്നാളിനും ഒക്കെ പോകുന്ന സമയത്ത് അപ്പനോടും അമ്മയോടും ഒക്കെ വഴക്കുണ്ടാക്കി വാങ്ങിക്കുന്ന ഒരു സാധനമായിരുന്നു ബ്രിക്ക് ഗെയിം. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള ഗെയിം ബോക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു യൂസർ മാനുവൽ ഉണ്ട്, അതേപോലെ TV ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു AV കേബിൾ, പിന്നെ ചാർജിങ് കേബിൾ, പിന്നീട് നമ്മുടെ ഗെയിം ബോക്സ്. ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് അവർ നേഷൻ. ഇന്ത്യ അല്ല കേട്ടോ, ചൈനയാണ്, സോറി. 100 ഗ്രാമിന് താഴെ മാത്രമാണ് ഈ ഒരു ഗെയിം ബോക്സിന് വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേരുടെ കയ്യിലൊക്കെ പിടിക്കുന്ന സമയത്ത് അവർക്ക് കൈയൊന്നും വേദനിക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. വൈറ്റ് കളറിലുള്ള ഒരു ബോഡിയാണ് വന്നിട്ടുള്ളത്, പ്ലാസ്റ്റിക് ബോഡിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഇതിന്റെ ആ ഒരു കൺട്രോൾ സിസ്റ്റം കാണാൻ വേണ്ടി സാധിക്കും, ഒരു ഡിസ്പ്ലേ കാണാൻ വേണ്ടി സാധിക്കും, സ്പീക്കർ തൊട്ടയായിട്ട് കാണാനും സാധിക്കുന്നതാണ്. ഇനിയും ഇതിന്റെ സൈഡ് വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വോളിയം റോക്കർ ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാറ്ററി ഇടുന്ന ഒരു പോർഷൻ കാണാൻ വേണ്ടി സാധിക്കും. പണ്ടത്തെ നമ്മുടെ കീപാഡ് ഫോൺസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ചാർജ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിന്റെ മേളിലേക്ക് വരുന്ന സമയത്ത് അതന്നെ പവർ ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. ഓഫ് പ്ലീസ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കൊരു ടൈപ്പ് B ചാർജിങ് പോർട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ TV ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. TV ആയിട്ട് എന്തിനാണ് കണക്ട് ചെയ്തെന്ന് വെച്ചാൽ, ഇത് TV ആയിട്ട് കണക്ട് ചെയ്ത് TVയുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് ഗെയിം കളിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞിട്ടില്ല, അവിടെ നമുക്ക് ചൈനീസും ഇംഗ്ലീഷും 2 ലാംഗ്വേജ് ഉണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ 400 ഗെയിമുകൾ കാണാൻ വേണ്ടി സാധിക്കും. പണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വീഡിയോ ഗെയിമിൽ ഇതേപോലെ 400ഓളം ഗെയിമുകൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് TVയിൽ കണക്ട് ചെയ്ത് കളിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മിനി വേർഷനാണിത്. ഇതിനകത്ത് നമുക്ക് TVയെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ 400 ഗെയിമുകൾ ഇതിനകത്ത് സ്റ്റോറേജ് ആണ്. അത് തന്നെ നമുക്ക് ഇതിനകത്തിലൂടെ കൺട്രോൾ ചെയ്ത് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സൂപ്പർ മാരിയോ, കോൺട്രാ 4, ടട്ടിൽ 1, ടട്ടിൽ 4, ഡോക്ടർ മാരിയോ, ഇങ്ങനെ പറഞ്ഞ് ഇഷ്ടംപോലെ ഗെയിമുകൾ ഇതിനകത്തിലുണ്ട്. പിള്ളേർക്ക് ഇഷ്ടമുള്ള ഗെയിമുകൾ അതിനകത്തിലൂടെ കളിക്കാനും സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചാർജ് തരും. അപ്പം പിള്ളേരൊന്ന് വാങ്ങിക്കുക, വീണ്ടും ചാർജ് ചെയ്യുക, പിന്നീട് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതും അഡിക്റ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ സ്മാർട്ട് ഫോണിനെ ബേസ് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഗെയിം മാത്രമേ കളിക്കാൻ വേണ്ടി സാധിക്കൂ. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം. ഈ ഒരു സാധനം നിങ്ങൾക്ക് 500-600 റേഞ്ചിൽ നിങ്ങൾക്ക് ആമസോണിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 500-600 കൊടുത്തിട്ട് ഈ ഒരു ഗെയിം ബോക്സ് വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന കാര്യം 500-600 റേഞ്ചിലുള്ള വിലയെ നിങ്ങളുടെ പിള്ളേരുടെ ലൈഫിന് നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. ഗൈസ്, ഈ ഒരു റിവ്യൂ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള റിവ്യൂ വീഡിയോസുകൾ ആവശ്യമുണ്ടെങ്കിൽ ടെക്കി ഫൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കുറച്ച് നേരം ഗെയിം കളിച്ചായിരുന്നു. എൻ്റെ ഗെയിം ബോക്സിന് ചാർജ് ആയിരുന്നു. ഇനി ഞാൻ ഇത് പോയി ചാർജ് ചെയ്യട്ടെ. ബൈ.